നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് വീടിന് സമീപത്തെ തോട്ടിൽ വീണ് മരിച്ചു. അനധികൃത മദ്യം കൈവശം വച്ചതിന് യുവാവ് അറസ്റ്റിൽ. പറവച്ചാലിന് ശാപമോക്ഷമായില്ല, വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആലപ്പാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. വീടിനടുത്തുള്ള തോട്ടിൽ വീണ് 1.25 വയസ്സുള്ള ആൺകുഞ്ഞ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സുൽത്താൻ പള്ളിക്ക് വടക്ക് ചക്കാലക്കൽ ജിഹാസ് ഷൈനിജ ദമ്പതികളുടെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിനടുത്തുള്ള തോട്ടിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും അതിനകം മരിച്ചിരുന്നു. ഹയ, ഫാത്തിമ, മുഹമ്മദ് അയാൻ എന്നിവർ സഹോദരങ്ങളാണ്. അനധികൃതമായി വിദേശമദ്യം കൈവശം വെച്ച യുവാവ് അറസ്റ്റിൽ. പുതിയങ്ങാടി ഒന്നാംകല്ലിൽ രാഹുൽ രവിയാണ് എക്സൈസിന്റെ പിടിയിലായത്. തളിക്കുളം മോഡൽ സ്കൂളിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. 500 മില്ലി ലിറ്റർ അടങ്ങുന്ന 39 കുപ്പികളിലായി 19.5 ലിറ്റർ പുതുച്ചേരി വിദേശമദ്യമാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയെ പിടികൂടിയ എക്സൈസ് സംഘത്തിൽ പ്രിവൻറ്റീവ് ഓഫീസർ ഹരിദാസ്, ചന്ദ്രൻ, വിജയൻ, അഫ്സൽ, രാജേഷ് എന്നിവർ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ തളിക്കുളം നാട്ടിക ഭാഗങ്ങളിൽ അനധികൃത മദ്യക്കച്ചവടം നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധന ശക്തമാക്കിയത്. ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകാനുള്ള പറവച്ചാലിന് ഇത്തവണയും ആലപ്പാടിനെ വെള്ളക്കെട്ടിൽ കരകയറ്റാനാകില്ല. മഴ ശക്തമായാൽ കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട് വഴിയെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിന് ചുറ്റുമുള്ള ചാഴൂർ, പഴുവിൽ, ആലപ്പാട്, പുറത്തൂർ കരപ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള പ്രധാന മാർഗമാണ് ഇത്. എന്നാൽ കയ്യേറ്റത്താലും മണ്ണും മാലിന്യവും നിറഞ്ഞതിനാലും പറവച്ചാൽ പ്രയോജനരഹിതമായിരിക്കുകയാണ്. ജയന്തിപ്പടവിലേക്ക് വലിയ തോതിലെത്തുന്ന വെള്ളം പറവച്ചാൽ വഴി ഇരട്ടപ്പാലത്തിലൂടെ വടക്കോട്ടൊഴുകി അന്തിക്കാട് പടവിലേക്കാണ് എത്തേണ്ടത്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇരട്ടപ്പാലത്തിൻ്റെ ദയനീയ അവസ്ഥ മൂലം ഇതിലെ വെള്ളം ഒഴുകുന്നില്ല. ഇത് പ്രദേശത്ത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും. ഏറെ കൊട്ടിഘോഷിച്ച് പറവച്ചാലിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും പണി പാതി വഴിയിലാണ്. സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം ചില ഭാഗത്ത് പറവച്ചാൽ തന്നെ ഇല്ലാതായി. ഇത് സംബന്ധിച്ച് കേസും നിലനിൽക്കുന്നുണ്ട്. പറവച്ചാലിൻ്റെ വീണ്ടെടുപ്പിനായി നാളുകളായി ജനങ്ങൾ മുറവിളി കൂട്ടിയിട്ടും ഒരു നടപടിയെടുക്കാനും ചാഴൂർ പഞ്ചായത്ത് അധികൃതർക്കും മറ്റു ജനപ്രതിനിധികൾക്കും ആയിട്ടില്ല. മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി മാലിന്യം നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായേനെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണ്ണയ മാറ്റം, പാഠപുസ്തക പരിഷ്കരണം എന്നീ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. തൃപ്രയാറിൽ അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ മോഷണം. 12 പവനോളം സ്വർണവും 1.5 ലക്ഷത്തോളം വില വരുന്ന ഓട്ടുപാത്രങ്ങളും മരം മുറിക്കുന്ന ഉപകരണങ്ങളും മോഷണം പോയി. തൃപ്രയാർ NES കോളേജിന് സമീപം വെന്നിക്കൽ ശശികുമാറിൻ്റെ വീട്ടിലാണ് സംഭവം. വീട്ടുകാർ 4 ദിവസമായി വീട്ടിലുണ്ടായിരുന്നില്ല. ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് മോഷണം അറിഞ്ഞിരുന്നത്. വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വീടിനുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. അലമാര തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന സ്വർണ്ണ കോയിനടക്കം 12 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയുടെ പഴയ ഓട്ടുപാത്രങ്ങൾ, ശശികുമാറിൻ്റെ മരം മുറിക്ക് ഉപയോഗിക്കുന്ന കട്ടറടക്കമുള്ള ഉപകരണങ്ങളും 2000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലപ്പാട് പോലീസ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഈ 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചൊവ്വാഴ്ച ഇവിടുന്ന് പോയതാണ്. ഉച്ചയ്ക്ക് 3 മണി നേരത്ത്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്വർണ്ണങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പാത്രങ്ങൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതന്നെ ഉണ്ട്. കുറേ വിലയുടെ തന്നെയാണ് പോയിക്കുന്നത്. നല്ല എനിക്ക് സ്വർണ്ണത്തിനെക്കാട്ടും അധികം അത് പോയിപ്പോഴെ വിഷമം എന്ന് വെച്ചാൽ എനിക്ക് ശ്രീധനം കിട്ടിയിരുന്ന പാത്രങ്ങൾ, ചരക്ക്, വലിയ അണ്ടാവും ഉരുളികളും ഒക്കെ ഉണ്ട്. സ്ഫോടങ്ങൾ, അതൊക്കെ സ്വർണം, കോയിനോ അത് കുറച്ച് പോയി. ആഭരണങ്ങളുണ്ടായിരുന്നു, അതും കുറച്ച് പോയി. കുട്ടിയുടെ കമ്മലുകൾ, എൻ്റെ കമ്മല്, മോതിരങ്ങൾ
അങ്ങനെ കുറേ ഉണ്ട്. പോയി വിഷമം തന്നെ പറയാണ്ട് വീടാകെ അലങ്കോലമാക്കിയിട്ടിരിക്കുക. എനിക്കിനി ഇതൊക്കെ നന്നാക്കി ഉണ്ടാക്കി വരാൻ എനിക്ക് ഒന്നാമത്തെ വയ്യാത്തത്. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റി മാപ്രാണത്ത് നടത്തി വന്നിരുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. 105 അംഗങ്ങൾക്ക് സൗജന്യമായി സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. അനുമോദന യോഗവും സ്പോർട്സ് കിറ്റിന്റെ വിതരണവും ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ബാലവിഹാർ സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റും താന്യം പഞ്ചായത്ത് അംഗവുമായ ആൻഡോ തൊറയൻ, മുനിസിപ്പൽ കൗൺസിലർ ലിജി സജി, TV ഹരിദാസ്, ഫിഡൽ ബാബു എന്നിവർ സംസാരിച്ചു. മണലൂർ തുള്ളൽ കളരിയിൽ 2 മാസമായി നടന്നു വന്നിരുന്ന കളരിപ്പയറ്റ്, ചെണ്ട, ചിത്രരചന, ഓട്ടൻതുള്ളൽ, നൃത്തം എന്നീ കലകളുടെ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തായ്ലാൻഡിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച് മടങ്ങിവന്ന മണലൂർ ഗോപിനാഥിന് ചടങ്ങിൽ വെച്ച് പാവറട്ടി പുലിക്കോട്ടിൽ റെസിഡൻസി അസോസിയേഷൻ ആദരവ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ്, സെക്രട്ടറി ജോൺ, ബബിൻ പൂക്കാടൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടിയിൽ ഓട്ടൻതുള്ളൽ, ചൊല്ലിയാട്ടം, ചെണ്ടവാദ്യ പ്രദർശനം, കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയുണ്ടായി. കാഴ്ച മറച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് അപകട ഭീഷണിയാകുന്നു. തൃത്തല്ലൂർ ഹൈസ്കൂളിൻ്റെ തെക്കുവശത്തുള്ള കടകളുടെ മുൻഭാഗത്താണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതുമൂലം മുളുബസാർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റോഡ് മറികടന്ന് വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. വലിയ വാഹനങ്ങൾക്ക് ചേറ്റോ ഭാഗത്തേക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. കടകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ വരുന്ന വാഹനങ്ങൾ പകുതി റോഡിലും ബാക്കി നടവഴിയിലുമാണ് നിർത്തിയിടുന്നത്. ഇതാണ് അപകട സാധ്യതയാകുന്നത്. ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സേവനം ആവശ്യമാണ്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ആദ്യാക്ഷരം നുകരാൻ സ്കൂളിലെത്തുന്ന കുട്ടികളെ ആഹ്ലാദിപ്പിക്കുന്നതും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് അന്തിക്കാട് KGM LP സ്കൂളിലെ ഒരുക്കങ്ങൾ. സ്കൂൾ ഗേറ്റ് മുതൽ കൗതുകങ്ങളാണ് സ്കൂൾ നിറയെ. സ്കൂൾ ബസിൻ്റെ മാതൃകയിലാണ് ഗേറ്റ്. മതിലിൻ്റെ ഒരു വശത്ത് ഉയർന്നു പറക്കുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററും മറുവശത്ത് അപൂർവ ഇനം പക്ഷികളുള്ള കിളിക്കൂടുമുണ്ട്. ഫ്ലൈയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഗിനിപ്പന്നി, മലേഷ്യൻ മലയണ്ണാൻ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട്. കുട്ടികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിൽ ഒരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ്. 2 ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കയറാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ മാതൃകയിലാണ്. അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര്. 5 ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രദേശത്തോടുകൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകും. ഈ ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ്. പ്രത്യേകം നിർമ്മിച്ച 100-ലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിൻ്റെ പുറം ചുവരുകളിൽ വെച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. 123 വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് KGM LP സ്കൂൾ. LKG മുതൽ 4ാം ക്ലാസ് വരെയായി 700ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നതാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സലീഷ്, MPTA പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളെ വരവേൽക്കാനായിട്ട് നമ്മുടെ KGS സ്കൂൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അധ്യാപകരും PTA, MPTA എല്ലാവരും കൂടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഇപ്രാവശ്യത്തെ പ്രത്യേകത നമ്മുടെ തീവണ്ടി പോകുന്നത് ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജൈവവൈവിധ്യ പാർക്ക് വിപുലീകരണം നടത്തി. ഒപ്പം തന്നെ ജീവജാലങ്ങളെയൊക്കെ ധാരാളം ജീവജാലങ്ങളെ രക്ഷിതാക്കൾ നമ്മുടെ സ്കൂളിലെ കൂട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു പാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാർക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കുന്നതിനായിട്ട് 100ഓളം പൂക്കൾ വെച്ച് നമ്മുടെ വിദ്യാലയം അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നുള്ള തീമാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ളത്. കുട്ടിക്ക് വീട്ടിൽ നിന്നുള്ള ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വീടിൻ്റെ അതേ അന്തരീക്ഷം തന്നെ സ്കൂളിൽ എന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ സ്കൂളിൽ നിന്ന് കിട്ടുകയും സ്കൂളിൽ വന്ന കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ അധ്യാപകരും PTA എല്ലാവരും കൂടി ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവധിക്കാലത്ത് കഴിഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് വരാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ജീവജാലങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ കാത്തിരിക്കുകയാണ്. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ജീവജാലങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികളെ കാത്തിരിക്കുകയാണ് ഇവിടെ.
സ്കൂൾ തുറക്കാനായുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ PJ ബിജു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഇടവേള. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024. SSLC +2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Mageet FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School, the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ഫിസിക്സ് നോൺ ലീനിയർ ഡൈനാമിക്സ് വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാഞ്ഞാണി സ്വദേശിനി ക്രിസ്റ്റി മരിയ ജോയിയെ TN പ്രതാപൻ MP ആദരിച്ചു. ഇതേ സർവകലാശാലയിൽ നിന്ന് തന്നെ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ജിയോ സണ്ണി ഭർത്താവാണ്. DCC സെക്രട്ടറിമാരായ KK ബാബു, വിജി അശോകൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, പഞ്ചായത്ത് അംഗം ടോണിയ താണിക്കൽ, സോമൻ വടശ്ശേരി എന്നിവർ പങ്കെടുത്തു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച മണലൂർ 6-ാം വാർഡിലെ പണിക്കർ റോഡ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ടോണിയ താണിക്കൽ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വാർഡിലെ 200 കർഷകർക്ക് ചന്ദനത്തൈ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. സജീവ് വലിപറമ്പിൽ, അശോകൻ പള്ളിയിൽ, ഷിജു ചിറ്റോളി, KK ബാബു, വിജി അശോകൻ, MV അരുൺ, ഗോപാലകൃഷ്ണൻ കണ്ണമ്പറമ്പിൽ, പ്രകാശൻ വാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചന്ദനത്തൈ ഒരു വീട്ടിൽ വെക്കണം. ഒന്നും ചന്ദനത്തൈ ഏറ്റവും നല്ല ഐശ്വര്യമാണ്. രണ്ട് കുറച്ച് അത് നന്നായി സൂക്ഷിച്ചു വെച്ചാൽ ഒരു ഭാവിയിൽ ഒരു വരുമാന മാർഗമാണ്. അത് പിടിപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ. അത് വേറെ ഏതെങ്കിലും വേരിന്റെ സപ്പോർട്ട് വേണം അത് വെക്കുമ്പോൾ. അപ്പം അതിന് ഏതെങ്കിലും വേരുള്ള സ്ഥലത്ത് നോക്കിയിട്ട് മറ്റു വേരിന്റെ കൂടി സ്ഥലത്ത് നോക്കിയിട്ട് കൂടി അത് വെച്ചാൽ ഉറപ്പായും ഈ ചന്ദനത്തൈ വലുതായി കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. V1 ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിഭാ പുരസ്കാരവും കരയാവട്ട UP സ്കൂളിലെ കുട്ടികൾക്ക് ബാഗ് വിതരണം നടത്തി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് പുരസ്കാര വിതരണം നടത്തി. V1 സെക്രട്ടറി KM മഹിപാൽ അധ്യക്ഷനായി. V1 പ്രസിഡന്റ് TD സ്മിത, KM അബ്ദുൽ മജീദ്, സീന ബാലൻ, ബിനോയ് ചോലയിൽ, ഹരിദാസ് രഞ്ജീവ്, സ്മിത ബാലഗോപാൽ, TV വിഷ്ണു, പ്രധാനാധ്യാപിക M സിന്ധു, സ്കൂൾ മാനേജർ ദിലീഷ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ കാലത്തെ രക്ഷിതാക്കളും കുട്ടികളും എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ബിദ പി ദാസ് കുട്ടികളും രക്ഷാകർത്താക്കളുമായി സംവദിച്ചു. ഏറ്റവും മഹത്തരമായ ഈ ബാച്ചിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് തന്നെ ഭരണസമിതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിലുള്ളവരുടെ മക്കൾക്ക് എന്നതിലുപരി ഇപ്പോൾ മറ്റുള്ള ചില ബാച്ചുകളാണെങ്കിൽ ആ ഒരു ബാച്ചിൽ അടങ്ങുന്ന വിദ്യാർത്ഥിനികളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഒട്ടുമിക്ക ഗ്രൂപ്പുകളും നോക്കാറുള്ളൂ. ഇതല്ലാതെ തന്നെ മറ്റു തലങ്ങളിലേക്ക്
അതായത് ഒരു ചാരിറ്റി ലെവലിൽ മറ്റു പുറമേക്കും മറ്റു കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിലേക്കും അസുഖബാധിതർക്ക് ചികിത്സ സഹായങ്ങൾ, കിഡ്നി പേഷ്യന്റിനും ഉൾപ്പെടെ ചികിത്സ സഹായങ്ങൾ ചെയ്തുകൊണ്ടും CPM മണലൂർ സെൻട്രൽ ബ്രാഞ്ച് SSLC +2 വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് പുരസ്കാര വിതരണം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, DYFI മേഖലാ പ്രസിഡന്റ് അരുണാനന്ദ്, MT താജൻ, MV ഭരതൻ, ആഷിഖ് ആൻഡ്രൂസ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം 147 ബൂത്ത് കമ്മിറ്റി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും യുവ ഡോക്ടർമാർക്കുമാണ് മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം നൽകിയത്. ബൂത്ത് പ്രസിഡന്റ് ശിവരാമൻ ചിറമ്പത്ത്, രാജേഷ് വൈക്കാട്ടിൽ, ജിറ്റോ ജോസ്, VC ഷീജ എന്നിവർ നേതൃത്വം നൽകി. DYFI തമ്പാൻകടവ് യൂണിറ്റ് പഠനോത്സവം നടത്തി. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തമ്പാൻകടവ് അങ്കണവാടിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി. തമ്പാൻകടവ് ടാഗോർ മെമ്മോറിയൽ സ്കൂളിൽ നടന്ന പരിപാടി DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പത്മപ്രിയ അധ്യക്ഷനായി. PS ഗിരീഷ്, AN നിസാർ, അലോക് മോഹൻ, VS മനോജ്, ജിഷ്ണു, അലൈവാസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 44 വർഷത്തെ ആ സംഘടനയുടെ പ്രവർത്തനത്തിനിടയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നിരവധിയാർന്ന ഇടപെടലുകൾ നടത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ആ മേഖലയ്ക്കകത്ത് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൈപിടിച്ചേർത്ത് അവരുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ DYFI ഈ കാലയളവിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഏറ്റെടുത്തിട്ടുണ്ട്. MBBS ബിരുദം നേടിയ വിദ്യാർത്ഥിനിക്ക് CPM നാട്ടിക 4ാം വാർഡ് കമ്മിറ്റി അനുമോദനം നൽകി. നാട്ടിക 4ാം വാർഡിൽ താമസിക്കുന്ന കൊടപ്പുള്ളി ഗിരിജ പ്രേംദാസിൻ്റെ മകൾ ഹാപ്പി കെ പ്രേംദാസിനാണ് അനുമോദനം നൽകിയത്. അനുമോദന ചടങ്ങ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക 4ാം വാർഡ് മെമ്പർ നികിത P രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ആശംസകൾ നേർന്നുകൊണ്ട് CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, TV ശ്രീജിത്ത്, AM ദിൽഷാദ്, MA നിസാർ, KA അൻഷാദ്, KS അമൽനാഥ്, TK ഷാജി, PV രാധാകൃഷ്ണൻ, MB ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക വെച്ച് അമ്മ സദസ്സും പ്രേതഭൂമി ക്ലബിൻ്റെയും നേതൃത്വത്തിൽ SSLC പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. നാട്ടിക ബീച്ച് അമ്മ സദസ്സിൽ നടന്ന അനുമോദന സദസ്സ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അഹങ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രകൃതി അതത്ര ചൂഷണം ചെയ്യും. ചൂഷണം ചെയ്യും. പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്ന ചില അടയാളപ്പെടുത്തലുകൾ. മനുഷ്യനിങ്ങനെ സ്വാർത്ഥരാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ കൂട്ടായ്മ ഇവിടെ ജോഷിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ വളരെ ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ വെള്ളം പൊങ്ങി കിടക്കുന്ന ഒരു വീടിൻ്റെ ഒരു കാരണവശാലും എനിക്ക് പുറത്തിറങ്ങി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടപ്പോൾ ഗൾഫിൽ നിന്നാണ് പിന്നെ മുഴുവനും പരാതികളും പോലീസ് ഇവിടെ നാട്ടിലുള്ള ആളുകൾക്കത് ഒരിത്തിരി നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇന്ന് ഇതേപോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു 5 വയസ്സായ കുട്ടി ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഉമ്മറത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അമ്മ സദസ്സ് രക്ഷാധികാരി ജോഷി കയനപറമ്പിൽ അധ്യക്ഷനായി. മോഹിനി ഭാസ്കരൻ, നിസാമുദ്ദീൻ മുറ്റിച്ചൂർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ജോഷി കയനപറമ്പിലും നിസാമുദ്ദീൻ മുറ്റിച്ചൂരും കൈമാറി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മധുകണം കരുതിയോ ചിറകിലായുയരുമെൻ പ്രണയമാം ശലഭവും. പാലക്കലിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പാലക്കൽ സെൻട്രൽ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള കോൺക്രീറ്റ് പണികൾ തിങ്കളാഴ്ച തുടങ്ങും.
തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആനക്കല്ല്, പെരിഞ്ചേരി, പൂച്ചിന്നിപ്പാടം വഴി പോകണം. തൃശ്ശൂരിൽ നിന്ന് ചേർപ്പ് വഴി തൃപ്രയാർക്ക് പോകുന്ന വാഹനങ്ങൾ പാലക്കൽ, ആനക്കല്ല്, പെരിഞ്ചേരി, ചൊവ്വൂർ, കപ്പേള വഴി പെരുമ്പള്ളിശ്ശേരിയിലെത്തി യാത്ര തുടരണം. തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ നിലവിലെ പാതയിലൂടെ വരികയും പാലക്കൽ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കൂടി കടന്നു പോകണം. അമ്മാടം, കുണ്ടോളിക്കടവ്, ചാഴൂർ വഴി തൃപ്രയാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ കോടന്നൂർ, താണിക്കമുനയം, നെടുപുഴ, ചിയ്യാരം, കുറുക്കഞ്ചേരി വഴി പോകേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് വീടിന് സമീപത്തെ തോട്ടിൽ വീണ് മരിച്ചു. അനധികൃത മദ്യം കൈവശം വെച്ചതിന് യുവാവ് അറസ്റ്റിൽ. പറവച്ചാലിന് ശാപമോക്ഷമായില്ല, വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആലപ്പാട്ടുകാർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.